അയാളെ നമുക്ക് ഏതായാലും സംശയമുണ്ട്. ആ സംശയം നമുക്ക് തീർക്കണം. അയാൾ ആരാണെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കണം. അയാൾ ശേഖരമേനോനായിരിക്കും. അങ്ങനെ ചിന്തിക്കാൻ കാരണങ്ങളുണ്ട്. ദൈവമേ, വിശാൽ സാറിനോട് എല്ലാം പറയണോ? പറയാം. ഇനിയും ഈ സത്യങ്ങൾ വിശാൽ സാറിനെ അറിയിക്കാതെ മനസ്സിൽ കൊണ്ടു നടന്ന് വിഷമിക്കാൻ എനിക്ക് വയ്യ. ഇല്ല സാറിനോട് തുറന്നു പറഞ്ഞേക്കാം. അതാ നല്ലത്. വിശാൽ സർ, എന്തായാലും നറുക്കെടുപ്പിന്റെ റിസൾട്ടൊക്കെ കുഞ്ഞ് ആണാണോ പെണ്ണാണോ? കുഞ്ഞ് പറയടോ, കുഞ്ഞ് ആണായിരുന്നോ പെണ്ണായിരുന്നോ? സർ, ഞാനത് പറയാനല്ല വന്നത്. പിന്നെന്താ പറയാനുള്ളത്? സർ, എനിക്ക് കുറച്ച് സത്യങ്ങൾ സാറിനോട് പറയാനുണ്ട്. സത്യങ്ങളോ? എന്ത് സത്യങ്ങൾ? സർ, പ്രഭാവതി അമ്മയുടെ ആദ്യ ഭർത്താവ് അയാൾ മരിച്ചിട്ടില്ല സർ. പാർവതി, ഇതേക്കുറിച്ച് മിണ്ടി പോരുതെന്ന് കുറച്ചു മുമ്പ് നിന്നോട് ഞാൻ പറഞ്ഞല്ലേ? വീണ്ടും വീണ്ടും നീ എന്തിനാ അതേക്കുറിച്ച് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? രാവിലെ തുടങ്ങിയതാണല്ലോ ഈ സംസാരം. വിശാൽ സർ, സാറ് ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കണം. എനിക്കൊന്നും കേൾക്കണ്ട. അനാവശ്യമായിട്ട് ഓരോന്ന് പറഞ്ഞ് നീ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുക. സർ, ഇത് എൻ്റെ വെറും തോന്നലുകളൊന്നും അല്ല. പാർവതി, ആദ്യ ഭർത്താവ് മരിച്ചുപോയെന്ന് പറഞ്ഞത് പ്രഭാവതി അമ്മയാ. അമ്മ പറഞ്ഞിട്ടും നീ എന്താ അത് വിശ്വസിക്കാത്തെ? അമ്മയെ നീ അവിശ്വസിക്കുകയാണോ? മുൻ ഭർത്താവ് മരിച്ചുപോയെന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് എന്ത് കിട്ടാനാ? സാർ തിരിച്ചറിയാത്ത ചില കാര്യങ്ങൾ സാറിന് ചുറ്റും നടക്കുന്നുണ്ട്. ഞാൻ അത് വിശദമായിട്ട് പറയാം. സാറ് അതൊന്ന് സംയമനത്തോടെ കേൾക്കാൻ തയ്യാറാവണം. പാർവതി, നീ എന്തോ തെറ്റിദ്ധാരണ വെച്ചാ സംസാരിക്കുന്നത്. നീ അമ്മയെ അകാരണമായി സംശയിക്കുന്നുണ്ട്. അത് ശരിയല്ല. സാർ, എന്റെ അമ്മ പെട്ടെന്ന് തികച്ചും അപ്രതീക്ഷിതമായി എന്നെ വിട്ടു പോയപ്പോ ഞാൻ ആകെ ഒറ്റപ്പെട്ടു പോയിരുന്നു. ആരുമില്ലെന്നൊരു തോന്നൽ എന്റെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിച്ചു. എല്ലാവരിൽ നിന്നും അകന്ന് സ്വയം തീർത്ത ഏകാന്തതയിലൂടെ പിന്നിട്ട നാളുകൾ. ആ ചെറിയ പ്രായത്തിലും എങ്ങനെയെങ്കിലും മരിച്ചാ മതിയെന്നായിരുന്നു എന്റെ ചിന്ത. അത്രയ്ക്ക് ജീവിതത്തോട് വിരക്തിയായിരുന്നു എനിക്ക്. അങ്ങനെ കഴിഞ്ഞുകൂടുമ്പോഴാണ് പ്രഭാവതി അമ്മ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരുന്നത്. അമ്മ വന്നതിന് ശേഷം ചുറ്റുമുള്ള ഇരുണ്ട ലോകത്തു നിന്നും പ്രകാശമുള്ള ജീവിതത്തിലേക്ക് ഞാൻ തിരികെ വന്നത്. അമ്മ എനിക്ക് തന്ന ധൈര്യവും സ്നേഹവും പിന്നീട് എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത്. എനിക്കൊരു പുനർജന്മം നൽകിയത് പ്രഭാവതി അമ്മയാണ്. ആ അമ്മയെ നീ വെറുതെ സംശയിക്കരുത് പാർവതി. സാർ, ഞാൻ പറയുന്നത്. ഇനി നിനക്ക് അമ്മയെക്കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും അത് നീ നിന്നോടൊപ്പം സൂക്ഷിക്കുന്നതാണ് നല്ലത്. ദയവ് ചെയ്ത് എന്നെ നീ വെറുതെ വേദനിപ്പിക്കരുത്. സാർ, ഞാൻ അറിഞ്ഞ സത്യങ്ങൾ വിശാൽ സാറിനെ അറിയിച്ചില്ലെങ്കിൽ അത് വിശാൽ സാറിന് ആപത്താണ്. അത് എങ്ങനെയാ സാറിനെ ഒന്ന് ബോധ്യപ്പെടുത്തേണ്ടേ? പ്രഭാവതി അമ്മയുടെ ഭർത്താവ് താൻ തന്നെയാണെന്ന് ശേഖരമേനോനെ കൊണ്ട് പറയിപ്പിക്കണം. എങ്കിൽ മാത്രമേ വിശാൽ സാർ അത് വിശ്വസിക്കൂ.
പ്രതാപ, അയാൾ ഇവിടെ എങ്ങും കാണുന്നില്ല. ഏതായാലും അയാൾ ഇവിടെ ഇല്ലാത്തത് നന്നായി. അയാൾ ഇവിടെ നിന്നും അധിക ദൂരത്തേക്കൊന്നും പോയിട്ടുണ്ടാവില്ല. ഇവിടെ അടുത്തെവിടെങ്കിലും തന്നെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മുടെ പരിശോധന വേഗം തീർക്കണം. അത് നമുക്ക് പെട്ടെന്ന് തീർക്കാം. അല്ലേ ചേച്ചി? ഇയാൾ ശേഖരമേനോനാണെന്ന് ചേച്ചിക്ക് സംശയം തോന്നാനുള്ള കാരണം എന്താ? പ്രതാപ, നീ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ, ശേഖര മേനോൻ ജയിലിൽ നിന്ന് റിലീസായ അതേ ദിവസം തന്നെയാ ഇയാള് നമ്മുടെ വീട്ടിൽ വന്നത്. പിന്നെ മറ്റൊന്ന്, നമ്മൾ വിളിക്കുമ്പോഴും അയാള് നമ്മളെ വിളിക്കുമ്പോഴും ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് ഈ വീട് തന്നെയാ. അത് മാത്രമല്ലല്ലോ, ആരുടെയും ശ്രദ്ധയിൽ പെടാതെ ശേഖര മേനോൻ എന്റെ ബെഡ്റൂമിൽ വന്ന് എന്നെ കൊല്ലാൻ ശ്രമിച്ചില്ലേ? അതയാൾക്ക് എങ്ങനെ സാധിച്ചു? ഇതൊക്കെ ചിന്തിക്കുമ്പോ എനിക്ക് സംശയം തോന്നിയത് ഇവിടെ താമസിക്കുന്ന ശേഖരനെ തന്നെയാ. ശരിയാ. ഈ പറഞ്ഞതൊക്കെ വെച്ച് ചിന്തിച്ചാ ഇയാൾ ശേഖരമേനോനാണോ എന്ന സംശയം എനിക്കും തോന്നുന്നുണ്ട്. ശേഖര മേനോൻ നമുക്ക് സംശയം തോന്നാത്ത വിധം അന്ധനായ വൃദ്ധനായിട്ട് അഭിനയിക്കുന്നത് തന്നെയാ പ്രതാപ. പക്ഷെ ഇയാൾ ശേഖരമേനോനാണോ എന്ന സംശയം മാത്രമല്ലേ ഉള്ളൂ. ഇയാൾ ശേഖരനാണെന്ന് നമ്മളെങ്ങനെ ഉറപ്പിക്കും? അതിന് ചില മാർഗങ്ങളുണ്ട് പ്രതാപ. ശേഖര മേനോൻ സ്ഥിരം കഴിക്കുന്ന ഒരു ടാബ്ലറ്റ് ഉണ്ട്. അതയാൾക്ക് ഒഴിവാക്കാൻ പറ്റുന്നതല്ല. ഇപ്പോഴും അതയാൾ ഉപയോഗിക്കുന്നുണ്ടാവും. ആ ടാബ്ലറ്റ് ആ റൂമിൽ എവിടെ നിന്നെങ്കിലും കിട്ടിയാൽ അയാള് തീർച്ചയായും ശേഖര മേനോൻ തന്നെയായിരിക്കും. ഏതാ ടാബ്ലറ്റ്? ഞാൻ പറഞ്ഞ ആ ഗുളിക ആ റൂമിലുണ്ടോന്ന് നീ ഒന്ന് നോക്കിയിട്ട് വരും. ശരി ചേച്ചി. പാവം പാർവതി. ഞാൻ വഴക്ക് പറഞ്ഞത് പാർവതി വല്ലാതെ വിഷമിപ്പിച്ചും തോന്നുന്നു. വേണ്ട, ഇനിയും ഇങ്ങനെ ബലം പിടിച്ചിരിക്കണ്ട. പിണക്കവും സങ്കടമൊക്കെ അങ്ങ് മാറ്റിയേക്കാം. പാറു, എന്താടോ താനെന്താ ഒന്നും മിണ്ടാതിരിക്കുന്നു? ഒന്നുമില്ല. പിണക്കാണോ? എന്തിന്? ഓഫീസിൽ വെച്ച് തന്നെ വഴക്ക് പറഞ്ഞാന്? അതൊന്നും സാരമില്ല വിശാൽ സാർ. സാറല്ലേ എന്നെ വഴക്ക് പറഞ്ഞത്. സാറ് എന്നെക്കുറിച്ച് എന്ത് പറഞ്ഞാലും ഞാൻ സാറിനോട് പിണങ്ങില്ല. എന്തായാലും തനിക്ക് വിഷമായി, അതില്ലാന്ന് പറയരുത്. എന്തിനാ ഞാൻ വിഷമിക്കുന്നേ? എന്നെ ശകാരിക്കാനും ശാസിക്കാനും ഉപദേശിക്കാനുമുള്ള എല്ലാ അധികാരവും അവകാശവും സാറിനുണ്ടല്ലോ. അതുകൊണ്ട് ഇതൊന്നും എന്നെ വിഷമിപ്പിക്കില്ല സാർ. പാർവതി, എനിക്കിപ്പോ എൻ്റെ അമ്മയും പ്രഭാവതി അമ്മയും ഒരുപോലെയാ. പ്രഭാവതി അമ്മയെ സംശയിക്കുന്ന തരത്തിൽ നീ സംസാരിച്ചപ്പോൾ അതെന്നെ വല്ലാതെ വിഷമിപ്പിച്ചു. എനിക്കെൻ്റെ നിയന്ത്രണം വിട്ടുപോയി പാർവതി. അതുകൊണ്ട് മുന്നിൽ നിൽക്കുന്നത് നീയാണെന്ന് മറന്ന് നിന്നോട് ഞാൻ കയർത്ത് സംസാരിച്ചത്. സോറി പാർവതി, നീ എന്നോട് ക്ഷമിക്കാം. എൻ്റെ ഒരു അപേക്ഷയാണ്, ദയവ് ചെയ്ത് നീ അമ്മയെ സംശയിക്കരുത്. അല്ല, എന്തിനാ സംശയിക്കുന്നത്? ഒരു സംശയത്തിൻ്റെ ആവശ്യമില്ല. നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഇതെല്ലാം നീ പോലും അറിയാതെ നിന്റെ മനസ്സിൽ തോന്നുന്ന ചിന്തകളല്ലേ. ഏതായാലും ഇനി ഇത്തരം ചിന്തകളുടെ പിന്നാലെ പോകരുത്. ആവശ്യമില്ലാത്ത ടെൻഷൻസ് ഒന്നും വേണ്ട. ഓക്കെ? ഞാനായിട്ട് സാറിന് വിഷമം ഉണ്ടാക്കിയതിൽ എനിക്ക് ഒത്തിരി സങ്കടമുണ്ട്.
മറ്റെന്തിനേക്കാളും എനിക്ക് എൻ്റെ വിശാൽ സാറാണ് വലുത്. സാറിൻ്റെ സന്തോഷവും സുഖവും മാത്രമാണ് എനിക്ക് വേണ്ടത്. ഇല്ല സാർ, ഇനി സാറിനെ വേദനിപ്പിക്കുന്ന തരത്തിൽ ഒന്നും, ഒരു പെരുമാറ്റവും ഒരു വാക്കും എന്നിൽ നിന്നുണ്ടാവില്ല. ചേച്ചി ചേച്ചി എന്താടാ? ഇത് അയാളുടെ മുറിയിൽ നിന്ന് കിട്ടിയത്. പ്രതാപ, ഇത് ശേഖരമേനോൻ കഴിക്കുന്ന ടാബ്ലറ്റ് ആണ്. ഉറപ്പാണോ? ആ, ഉറപ്പാണ്. കൂടെ ഉണ്ടായിരുന്നപ്പോ ഈ ടാബ്ലറ്റ് അയാൾ കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാ. അപ്പൊ നമ്മുടെ സംശയങ്ങൾ ഏതാണ്ട് ശരിയായി വരുന്നു അല്ലേ ചേച്ചി? അതെ, ശരിയായി വരുന്നുണ്ടല്ല. ശേഖരമേനോൻ വേഷം മാറി ഇവിടെ തന്നെ ഉണ്ട്. അപ്പോ എത്രയും പെട്ടെന്ന് അയാളുടെ പൊയ്മുഖം നമുക്ക് വലിച്ചു കയറണം. ഏയ്, ഇപ്പോഴൊന്നും വേണ്ട പ്രതാപ. എന്താ ചേച്ചി, അയാളെ കൈ കിട്ടിയ കൊല്ലണമെന്നായിരുന്നല്ലോ ചേച്ചിയുടെ തീരുമാനം. എന്നിട്ടിപ്പോ വേണ്ടെന്ന് പറയുന്നത് എന്താ? വേണ്ട എന്നല്ല, ഇപ്പൊ വേണ്ട എന്നാ ഞാൻ പറഞ്ഞത്. ധൃതി കൂട്ടണ്ട പ്രതാപ. അതിന് കാരണം എന്താ ചേച്ചി? പ്രതാപ, നീ ഊഹിച്ചതുപോലെ പാർവതിയും ശേഖരനും തമ്മിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ശേഖരനെതിരെയുള്ള നമ്മുടെ ഓരോ നീക്കങ്ങളും ശ്രദ്ധയോടെ വേണം. എവിടെയെങ്കിലും അത് പാളിപ്പോയാൽ പാർവതി നമ്മളെ മാത്രമേ സംശയിക്കൂ. അവൾ അങ്ങനെ നമ്മളെ സംശയിച്ചു തുടങ്ങിയാൽ അത് നമുക്ക് വലിയൊരു തിരിച്ചടിയാവും. പക്ഷെ ശേഖരന് ഇനിയും ജീവിക്കാൻ അനുവദിച്ചാലേ നമുക്ക് ആപത്തല്ലേ ചേച്ചി? ദിവസങ്ങൾ കഴിയുന്തോറും അയാൾ എപ്പോ വേണമെങ്കിലും നമുക്കിട്ട് പണിയാനുള്ള സിറ്റുവേഷൻ അല്ലേ ഇപ്പോ? അങ്ങനെ കണ്ടില്ലേ വീടിനകത്ത് വന്ന് അയാൾ നമ്മളെ കൊല്ലാൻ നോക്കിയത്? ഇനി അതുപോലൊരു സാഹചര്യം എപ്പോ വേണമെങ്കിലും ഉണ്ടാവുമെന്ന് കരുതി വേണം നമ്മൾ ജീവിക്കാൻ. അയാളിനി നമ്മളെ കൊല്ലാൻ ശ്രമിക്കുന്നതിന് മുമ്പ് അയാളെ നമുക്ക് കൊല്ലണം. പ്രതാപ, അത് തന്നെയാണ് എന്റെയും ചിന്ത. പക്ഷേ നമ്മൾ ചെയ്യാൻ പോകുന്നത് കൊലപാതകമാണ്. വേഷം മാറി നടക്കുന്നത് ശേഖരമേനോനാണോ എന്ന് നമുക്ക് ഉറപ്പിക്കാതെ അത് ചെയ്യാൻ പറ്റില്ല. ഈ ടാബ്ലറ്റ് കൊണ്ട് മാത്രം അയാളെ ശേഖരമേനോനാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. പിന്നെ നീ എന്താ വേണ്ടേ? ഒരിക്കൽ കൂടി അയാൾ ശേഖരമേനോനാണോ എന്ന് നമുക്ക് സ്ഥിരീകരിക്കണം. അതെങ്ങനെ സ്ഥിരീകരിക്കും? ഓരോ മനുഷ്യനും അയാൾ എത്ര സമർത്ഥമായി ആൾമാറാട്ടം നടത്തിയാലും മറച്ചുവെക്കാൻ പറ്റാത്ത ചില ശീലങ്ങളും സ്വഭാവങ്ങളും ഉണ്ട്. അങ്ങനെ ചിലത് ശേഖരമേനോനും ഉണ്ട്. അത് മനസ്സിലാക്കിയെടുത്താൽ ഇയാള് ശേഖരമേനോനാണോ എന്ന് നമുക്ക് ഉറപ്പിക്കാം. അതെന്താണ്? പറയാം. ഉദാഹരണത്തിന്, ശേഖരമേനോൻ ചായ തണുത്തതിന് ശേഷം മാത്രമേ കുടിക്കൂ. അതിന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. ഇയാളെ പരീക്ഷിക്കാൻ വേണ്ടി നമുക്ക് അയാൾക്ക് ചൂടുള്ളൊരു ചായ കൊടുത്തയക്കാം. അയാൾ അത് തണുത്തതിന് ശേഷമാണ് കുടിക്കുന്നതെങ്കിൽ അയാൾ ശേഖരമേനോൻ തന്നെയാണ്. അങ്ങനെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ വൈകിക്കണ്ട. എങ്ങനെയും ശേഖരമേനോനെ നമുക്കങ്ങ് തീർക്കാം.
വാ. ചേച്ചി എന്താ? ചേച്ചി ഒന്ന് വരുമോ? ചേച്ചി എനിക്കൊരു ഉപകാരം ചെയ്യണം. ഉപകാരം? എന്തുപകാരം? വിപിൻ സാർ എന്നെ ഇനി വെറുക്കാൻ പാടില്ല. വിപിൻ നിന്നെ വെറുക്കാതിരിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാനാ? അതിന് വിപിൻ തന്നെ വിചാരിക്കണം. ചേച്ചി എനിക്കൊരു കുഞ്ഞുണ്ടായാൽ മതി. വിപിൻ സാറിന്റെ വെറുപ്പും വിദ്വേഷവും അകൽച്ചയും ഒക്കെ മാറിക്കോളും. പല്ലവി, നീ എന്തൊക്കെയാ പറയുന്നേ? നിനക്ക് എങ്ങനെ കുഞ്ഞുണ്ടാവാനാ? അതിന് നീ ഗർഭിണി അല്ലല്ലോ. അല്ല, പക്ഷേ എനിക്ക് ഇനി ഗർഭിണി ആവാലോ. ആകാം, അതിന് വിപിൻ വിചാരിക്കണം. പക്ഷേ നിങ്ങൾ തമ്മിലുള്ള അകൽച്ച മാറാതെ അത് സാധിക്കുമോ? ഞാൻ ഗർഭിണിയാവാൻ തൽക്കാലം വിപിൻ സാറിന്റെ ആവശ്യമൊന്നുമില്ല. അതെ, നിന്നോട് സംസാരിച്ചു നിന്നാ എനിക്ക് ഭ്രാന്ത് പിടിക്കും. നീ നീ എന്തൊക്കെയാ പല്ലവി പറയുന്നേ? നീ ആരോടാണ് എന്താണ് സംസാരിക്കുന്നതെന്ന് വല്ല ബോധവും നിനക്കുണ്ടോ? ദേ, എന്റെ കൺമുമ്പിൽ നിന്നെ കണ്ടുപോരുത്. കണ്ടാ അടിച്ച് ചെവിക്കല്ല് ഞാൻ പൊട്ടിക്കും. യാതൊരു വകതിരിവും ഇല്ലാതെ വൃത്തിയോട് വിളിച്ച് പറയുന്നോ? ചേച്ചി ചേച്ചി ചൂടാവല്ലേ. ഞാൻ കാര്യം മുഴുവൻ പറഞ്ഞു തീർന്നില്ല. ഈ വക കാര്യങ്ങളല്ലേ ഇനി നീ പറയണ്ട. അയ്യോ, ചേച്ചി കഥ അറിയാതെ ആട്ടം കാണുന്നേ. ഞാൻ പറയാൻ വന്നത് വൃത്തികേടൊന്നും അല്ല. ചേച്ചി വെറുതെ തോക്കിനകത്ത് കയറി വെടിവെക്കാതെ പറയുന്നത് മുഴുവൻ കേക്ക്. ഞാൻ പറയട്ടെ. ഞാൻ ഉദ്ദേശിച്ചത് ടെസ്റ്റ് ട്യൂബിലൂടെ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്ന കാര്യമായിരുന്നു. ഞാൻ അതേക്കുറിച്ചൊക്കെ അന്വേഷിച്ചു. IVF ട്രീറ്റ്മെന്റിലൂടെ വിപിൻ സാറ് പോലും അറിയാതെ എനിക്ക് ഗർഭിണിയാവാം. പക്ഷേ അതിനാദ്യം ചില പേപ്പറുകൾ പൂരിപ്പിച്ച് ക്ലിനിക്കിൽ കൊടുക്കണം. ആ പേപ്പറില് എന്റെ രക്ഷകർത്താവിന്റെ സ്ഥാനത്ത് ഒരാൾ ഒപ്പിടുകയും വേണം. എന്റെ രക്ഷകർത്താവ് ചേച്ചിയല്ലേ? അപ്പോ ചേച്ചി തന്നെ ആ പേപ്പറിൽ ഒപ്പിടണം. ഇതാണ് ചേച്ചിയിൽ നിന്നും ഞാൻ ഉദ്ദേശിച്ച സഹായം. എടി, നീ എന്തൊക്കെ ഇവിടെ കാട്ടിക്കൂട്ടാൻ പോകുന്നേ? ഞാൻ പറഞ്ഞതിൽ എന്താ കുഴപ്പം? ഞാൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞ കള്ളം സത്യമാക്കണ്ടേ? അതിന് ഇതല്ലേ ഏറ്റവും നല്ല മാർഗം. ഇത് ചെവി അറിയാതെ ഇത് നടത്തിയെടുത്താ രക്ഷപ്പെട്ടില്ലേ? എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? എടി, നീ ചെയ്യാൻ പോകുന്നത് വലിയ ചതിയാ. ഗർഭിണിയാണെന്ന് കള്ളം പറഞ്ഞ് നീ ആദ്യം വിവാഹം നടത്തി. ഒടുവിൽ വിപിനെയും ഇവിടെ ഉള്ളവരെ എല്ലാം നീ വഞ്ചിച്ചു. ഇപ്പോ ടെസ്റ്റ് ട്യൂബ് ചികിത്സയിലൂടെ ഗർഭിണിയാവാൻ പോകുന്നു. ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തിയാ നീ ചെയ്യാൻ ഒരുങ്ങുന്നത്. ഇതിന് ഞാൻ കൂട്ടു നിൽക്കണോ അല്ലേ? ഇല്ലടി, ഈ മഹാപാപത്തിന്, ഈ കൊടും ചതിക്ക്, ക്രൂരതയ്ക്ക് ഞാൻ കൂട്ടു നിൽക്കില്ല. നിന്നോട് ഞാനൊരു ഒപ്പ് മാത്രമാ ചോദിച്ചത്. നീ ആ ഒപ്പിട്ട് തന്ന ഞാൻ ഇപ്പൊ പെട്ടിരിക്കുന്ന ഈ ഊരാ കുടുക്കിന്ന് എന്നേക്കുമായി രക്ഷപ്പെടും. ഒരു ചേച്ചി എന്ന നിലയിൽ നീ എന്നെ ഈ ചക്രവ്യൂഹത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ് വേണ്ടത്. ഇല്ല പല്ലവി, എനിക്ക് അതിന് സാധിക്കില്ല. അപ്പോ ഞാൻ നശിച്ചു പോട്ടെ എന്നാണ് നിന്റെ തീരുമാനം? നീ നീ നശിച്ചു പോണോന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ നീ നീ സ്വയം നിനക്കുള്ള കുഴി കുത്തിയാ ഞാൻ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്?
നീ കണ്ണി ചോരില്ലാത്ത പിശാച. ഒരു കാര്യം നീ ഓർത്തോ, എനിക്ക് നാണം കെടേണ്ട അവസ്ഥ വന്നാ എന്നെ എല്ലാരും കൂടി ഇവിടെ നാടിച്ചേർക്കുന്ന സാഹചര്യം ഉണ്ടായ അന്ന് ഞാൻ നിന്റെ ജീവിതം കോളം തോണ്ടിയിരിക്കും. പിന്നീട് നീയും വിശാൽ സാറും ഒരിക്കലും ഭാര്യയും ഭർത്താവുമായി വാഴില്ല. ഡീ, നീ എന്ത് പറഞ്ഞടി? പാർവതി, നീ എന്താ ഈ കാണിക്കുന്നേ? ഗർഭിണിയായിരിക്കുന്ന ഈ പെങ്കൊച്ചിനെ തല്ലാ നീ കൈവീശുന്നോ? ഞാനിപ്പൊ എത്തിയില്ലായിരുന്നെങ്കി നീ ഇവിടെ തല്ലുവായിരുന്നല്ലോ.